ഏത്തവാഴ കൃഷിയിൽ മികവ് പുലർത്തി റിട്ടയേർഡ് സർക്കാർ ഉദ്യോഗസ്ഥൻ. കരുനാഗപ്പള്ളി തൊടിയൂർ സ്വദേശി മോഹനനാണ് ഏത്തവാഴ കൃഷിയിൽ വിജയം വരിച്ചത്. ഇതോടൊപ്പം മറ്റ് കൃഷികളും ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. നഗരസഭയിൽ നിന്നും വിരമിച്ച കരുനാഗപ്പള്ളി തൊടിയൂർ ഹൈസ്കൂളിന് കിഴക്കുഭാഗം MK ഭവനത്തിൽ മോഹനനാണ് വാഴകൃഷിയിൽ വിജയഗാഥ രചിക്കുന്നത്. ഓണക്കാലത്ത് വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇദ്ദേഹം. ടിഷ്യൂ കൾച്ചർ ഇനത്തിൽപ്പെട്ട 100ഓളം വാഴകളാണ് പാകമായി വരുന്നത്. 20 മുതൽ 25 കിലോയോളം വാഴക്കുലകൾക്ക് ഭാരമുണ്ട്. സമ്മിശ്ര വളപ്രയോഗമാണ് ഇദ്ദേഹം കൃഷിക്കായി ഉപയോഗിച്ചിട്ടുള്ളത്. ഇടവിളയായി പുതിയ ഇനത്തിൽപ്പെട്ട കമുകും കൃഷി ചെയ്യുന്നുണ്ട്. റിട്ടയർമെന്റ് കാലത്തെ വിരസത ഒഴിവാക്കാനായാണ് കൃഷിയിലേക്ക് തിരിഞ്ഞത്. കൂടുതൽ ജോലിയും മോഹനൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. കൃഷിയിൽ വിജയം വരിക്കുമ്പോഴും കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നികൾ വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നതെന്ന് മോഹനൻ പറയുന്നു. കൃഷിയുടെ ഉൽപ്പന്നം വളരെ നല്ല ഒരു മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ ലഭ്യമായിട്ടുണ്ട്. 20-25 കിലോ വീതം വരുന്ന ഏത്തക്കൊലകൾ ആണ് എനിക്ക് വിളയാറായി നിൽക്കുന്നത്. ഓണക്കാലം ആകുമ്പോഴത്തേക്ക് അത് വിളവെടുപ്പ് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നേരിടുന്ന ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഇപ്പോൾ കാട്ടുപന്നിയുടെ ശല്യം വളരെ രൂക്ഷമാണ്. എൻ്റെ ഒരു മൂട് വാഴ തന്നെ അതിൻ്റെ ചുമട് മാന്തി, പക്ഷേ അത് മറിച്ചില്ല. തൊട്ട് അപ്പുറത്തുള്ള കൃഷിയിടങ്ങളിലും മറ്റ് കൃഷി ചെയ്ത ആൾക്കാരുടെ മരച്ചീനികൾ വ്യാപകമായിട്ട് നശിപ്പിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. കർഷകർ കഷ്ടപ്പെട്ട് ഇത്തരത്തിൽ കൃഷി ചെയ്ത് അതിൻ്റെ വിളവെടുപ്പ് സമയമാകുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ കർഷകർ നേരിടുന്നുണ്ട്. ഇതിന് സർക്കാരും പഞ്ചായത്ത് അധികൃതർ, മറ്റ് സർക്കാർ ഏജൻസികൾ, സർക്കാർ വകുപ്പുകൾ ഇതിനെ തുരത്തുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് കർഷകരെ സഹായിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ കർഷകർ ഈ കാർഷിക വൃത്തിയിൽ നിന്ന് പുറകോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ പലർക്കും ഈ മരച്ചീനി ഇട്ട ആൾക്ക് ഏതാണ്ട് 25ഓളം മൂട് ഇതുവരെ തിന്ന് നശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഈ പന്നി ഇവിടെ വന്ന് ഇത് മാന്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഈ നില തുടരുകയാണെങ്കിൽ അദ്ദേഹം തുടർന്ന് കൃഷി ചെയ്യുന്നതിന് താല്പര്യമില്ലാതായി ഇത് നിർത്തുന്ന ഒരവസ്ഥയുണ്ടാകും. ഇത് നമ്മുടെ കേരള കാർഷിക രംഗത്ത് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റം സൃഷ്ടിക്കാൻ ഇടയാവുകയും ചെയ്യും. അതുകൊണ്ട് സർക്കാരും പഞ്ചായത്ത് അധികൃതരും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. മരച്ചീനി കൃഷി നശിപ്പിച്ച പന്നിക്കൂട്ടം വാഴയുടെ ചുവടും തുരന്നിട്ടുണ്ട്. കാട്ടുപന്നിക്കൊപ്പം കീടങ്ങളുടെയും ആക്രമണം ഏറെയുള്ളതായി മോഹനൻ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.